എന്റെ അനിയൻ എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി നിന്റെ ഒരു ഫോട്ടോ, അതായത് നീ റീസെന്റ് അപ്ലോഡ് ചെയ്ത ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഫോട്ടോ വേറൊരു ടെലഗ്രാമിൽ ഒരു ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് മാത്രം ഷെയർ ചെയ്യുന്ന തുണ്ട് ഗ്രൂപ്പ് എന്ന് പറയും. അത് അറിഞ്ഞത് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്റെ കുറച്ച് ഫോട്ടോസ് വന്നിട്ടുണ്ട്, വീഡിയോ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ വള്ളിക്കുന്ന് പരിസരത്തുള്ള എല്ലാ പെൺകുട്ടികളും എല്ലാ അമ്മമാരും ചേച്ചിമാരും ശ്രദ്ധിച്ചോളാ, നിങ്ങളുടെയൊക്കെ ഫോട്ടോസ് ഇവൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, 100% ഉറപ്പാണ്. ഇവൻ ഈ ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ മെന്റലി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിനെ കുറിച്ചിട്ട്, എന്റെ മാത്രം വിഷയമല്ല, അത് ഒരുപാട് പെൺകുട്ടികളുടെ പ്രശ്നമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്റെ പ്രൊഫൈലില്, എന്റെ സ്റ്റോറിയിലും സ്റ്റാറ്റസിലും ഒക്കെ സ്ഥിരമായിട്ട് ഒരുപാട് സ്ക്രീൻഷോട്ട്സുകൾ ഞാൻ ഇങ്ങനെ സ്റ്റോറി ആയിട്ടും സ്റ്റാറ്റസ് ആയിട്ടും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതെന്താ സംഭവം, എന്താ പറ്റി, എന്താ സംഭവം. ചില ആൾക്കാർക്കൊക്കെ അറിയാം, ചില ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പൊ ഇത് എല്ലാവർക്കും ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഇത് എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. എനിക്കൊക്കെ പറ്റിപ്പോയ ഒരു പ്രശ്നം, ഒരു മെന്റൽ സ്ട്രെസ് വേറെ ആർക്കും വരാതിരിക്കാനും പിന്നെ ഇങ്ങനെ ഉള്ള ആൾക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, അതായത് ഏപ്രിൽ 10th ഞാൻ എന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത്, ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്റെ അനിയൻ എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി നിന്റെ ഒരു ഫോട്ടോ, അതായത് നീ റീസെന്റ് അപ്ലോഡ് ചെയ്ത ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഫോട്ടോ വേറൊരു ടെലഗ്രാമിൽ ഒരു ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് മാത്രം ഷെയർ ചെയ്യുന്ന തുണ്ട് ഗ്രൂപ്പ് എന്ന് പറയും. അതായത് ഇങ്ങനത്തെ വീഡിയോസ്, ഞാൻ അത് ഫോളോ ചെയ്യുന്ന ആളല്ല, എനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്റെ കുറച്ച് ഫോട്ടോസ് വന്നിട്ടുണ്ട്, വീഡിയോ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സോഷ്യൽ മീഡിയ ഒരു ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഞാനൊരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഒരു റീച്ചിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും എനിക്ക് അതിനുള്ള സമയമില്ല. ഒന്നാമത്തത് ഞാൻ ജോലിക്ക് പോവുക, തിരിച്ചു വരിക, അങ്ങനെയുള്ള ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് ഒരുപാട് ഫോളോവേഴ്സിന്റെയും ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പൊ അതിനൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇൻസ്റ്റഗ്രാമിൽ എന്റെ അക്കൗണ്ട് ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു. ഇപ്പൊ അല്ല. ഇപ്പൊ അങ്ങനെ കുറെ പേർക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് എന്റെ പബ്ലിക് അക്കൗണ്ടാണ്. കുറെ മുന്നേ, പഴയ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ എടുത്ത ഒരു അക്കൗണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ അടുത്ത് എന്റെ അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എന്റെ ഫോട്ടോ ഇത് ഇട്ടത് നിതിൻ കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യന. അപ്പൊ ആദ്യം എനിക്ക് മനസ്സിലായില്ല അത് ആരാന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു വള്ളിക്കുന്നുള്ളത്. അപ്പൊ എനിക്ക് ഇവരുടെ ഫാമിലിയോ ഇവരുടെ ചേച്ചിയെയോ ഇവരുടെ അമ്മയോ അച്ഛനെയോ ഒന്നും എനിക്ക് ഈ വിഷയത്തിലേക്ക് വലിച്ചടക്കേണ്ട കാര്യമില്ല. ഞാൻ ബോധേഡാവുന്നത് എന്റെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ബോധേഡാവുന്നത്. അപ്പൊ വിളിച്ചിട്ടപ്പോ എന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്, എനിക്ക് റിലേഷൻ പറയാൻ അറിയില്ല, ഒരു അകന്ന റിലേറ്റീവ് ആണ്, ഒരു ഹായ് ബൈ ബന്ധമുണ്ട്, ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് മാറിയതിനു ശേഷം ഞാൻ അവരെ കണ്ടിട്ട് എത്രയോ വർഷങ്ങളായി, എനിക്ക് ഇവരായിട്ട് ഒരു പരിചയമില്ല. പക്ഷെ ഫേസ്ബുക്കിൽ നമ്മളൊക്കെ കണക്റ്റഡ് ആണ്, ഇവരുടെ ബ്രദറിലോ ആയിട്ടൊക്കെ കണക്റ്റഡ് ആണ്. ഇവരിടുന്ന വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യാറും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇവരുടെ ഒരു അളിയൻ, അപ്പം ഞാൻ ആകെ സ്ട്രെസ്ഡ് ആയി. അപ്പം എനിക്ക് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യണം. അപ്പൊ ഞാൻ വേറൊരാള് വഴി ഇവരുടെ നമ്പർ വാങ്ങി ഞാൻ ഫോൺ ചെയ്തു. ഇവരുടെ അച്ഛനാണ്. ആദ്യം ഫോൺ എടുത്തില്ല, പിന്നെ ഫോൺ എടുത്തു. ആദ്യം ഫോൺ എടുത്തത് ഇവരുടെ ബ്രദറിൻലോ ആണ്. ഞാൻ ബ്രദറിൻലോന്റെ അടുത്ത് മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു, അവര് നമ്പർ തന്നു. അപ്പൊ പുള്ളി എന്റെ അടുത്ത് മാന്യമായിട്ടാണ് ആദ്യം സംസാരിച്ചത്. എന്റെ അടുത്ത് പറഞ്ഞു, ചാന്ദ്ര, ഇതൊരു സ്വഭാവക്കാരൻ, നിതിൻ കിച്ചു എന്നാണ് ഇവന്റെ പേര്, വള്ളിക്കുന്ന് അരിയല്ലൂർ സ്വദേശിയാണ്. അപ്പം ഇവന്റെ സ്വഭാവം എങ്ങനെയാണ്, ഇവൻ ഇങ്ങനെ തന്നെയാണ്. ഇവൻ സമാന രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഒരു കാര്യം തീർത്ത് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. 6 മാസം മുന്നേ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിന്റെ മുന്നേ വേറൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ ഒരു ഹോബിയാണ്. ഇവന്റെ സമയം ചെലവഴിക്കുന്നത് ഇവൻ ഈ ഒരു രീതിക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ ഫോട്ടോ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കണ്ടില്ല, അറിഞ്ഞു, ഇങ്ങനെയാണെന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ വിട്ടുതരൂല, ഇത് ഞാൻ വിട്ടുകൊടുക്കൂല, ഇത് ഞാൻ ഏത് അറ്റം പോകാൻ പറ്റുമോ. അപ്പൊ ആ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കേസ് കൊടുക്കണം, നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കണം, അതാണ് ഇതാണ്. ആ സമയത്ത് ഇവൻ മാനസിക രോഗിയാണെന്നോ അങ്ങനെ ഒരു വാക്കും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതിന്റെയൊക്കെ വോയിസ് റെക്കോർഡ് എന്റെ ഫോണിലുണ്ട്, എല്ലാ കാര്യങ്ങളും എന്റെ ഫോണിലുണ്ട്. അങ്ങനെ
അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി എനിക്ക് ഉറക്കം കിട്ടിയില്ല. ഞാൻ 1 മണിക്കൂർ പോയിട്ട് 10 മിനിറ്റ് പോലും അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. എനിക്കൊരു സമാധാനക്കേടുണ്ടായപ്പം ഇത് എന്ന് വെച്ചാൽ ഓരോ സമയവും ഓരോ നിമിഷവും ഈ ലോകത്ത് ഓരോ പെൺകുട്ടി വിധം അബ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ രാത്രി എനിക്ക് സത്യം പറയാൻ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ അപ്പം തന്നെ ഫോൺ എടുത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടു. ഇവന്റെ പ്രൊഫൈല് മെൻഷൻ ചെയ്തിട്ട്, ഇവന്റെ പ്രൊഫൈല് ഹൈഡ് ചെയ്യോ ഒന്നും ചെയ്യും, ഇവന്റെ മുഖം മറക്കുകയോ ഒന്നും ചെയ്യാതെ അവന്റെ പ്രൊഫൈലോട് കൂടിയിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു, ഇങ്ങനെ ഈ ആളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പം അവളെ പേര് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. കണ്ണൂര് മാഹി സ്വദേശിയാണ്. ചെറിയൊരു മോളാണ്. എനിക്ക് ശരിക്കും ആ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് ശരിക്കും അഭിമാനം തോന്നി. ആ കുട്ടിയാണ് ഈ ഫോട്ടോ ആദ്യം ഇവനെ കണ്ടുപിടിക്കുന്നത്. ഇവനാണ് ഇതെന്ന് കണ്ടുപിടിക്കുന്നത് ആ പെൺകുട്ടിയാണ്. അവളുടെ ഒരു ഫ്രണ്ടാണ് ഇവളുടെ ഫോട്ടോ ഇതിൽ വന്നു എന്ന് പറയുകയും പിന്നെ അങ്ങനെ വന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ അവളുടെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂർ എങ്ങാൻ വർക്ക് ചെയ്യുന്ന സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന ഒരു ആൺകുട്ടി വഴി അവള് ഈ കാര്യങ്ങൾ എടുത്തു. അതായത് ഇവനാണ് ഇത് ചെയ്യുന്നത്, നിതിൻ കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് അവള് കണ്ടുപിടിച്ചു. അവള് കണ്ടുപിടിച്ചത് ഞാൻ ആ ഇവന്റെ യൂസർ നെയിം @tele9 യൂസർ ഒരു നമ്പർ 2-3 നമ്പറോളം, ഇതിൽ തന്നെ 3 നമ്പറുണ്ട്. ഇതിൽ കാണാം. ഇതിൽ ശരിക്ക് വിസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. നിതിൻ കിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു യൂസറാണ് ഇത് ചെയ്യുന്നതെന്ന് ഇവള് കണ്ടുപിടിച്ചു. വിത്തിൻ ഹവർ എനിക്ക് തോന്നുന്നു അരമണിക്കൂറിനുള്ളിൽ ഇവളിത് കണ്ടുപിടിച്ചു. ഇവളിത് കണ്ടുപിടിച്ച സമയത്ത് തന്നെ ഇവള് കണ്ണൂരിൽ നിന്ന് അവളുടെ ബ്രദേഴ്സിനെയും കൂട്ടി ഇവന്റെ വീട്ടിൽ വന്നു. ഇവര് മാന്യമായിട്ട് സംസാരിച്ചു. ഇവനാണ് ചെയ്തതെന്നുള്ളതിന്റെ എല്ലാ എവിഡൻസും എല്ലാ പ്രൂഫും കയ്യിൽ വെച്ചിട്ടാണ് ഇവരുടെ അടുത്ത് സംസാരിച്ചത്. മാന്യമായിട്ട് സംസാരിച്ചു. അവൻ അത് അഡ്മിറ്റ് ചെയ്തു. ഇവരെല്ലാരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ഇവർ കംപ്ലൈന്റ് എഴുതി കൊടുത്തു. കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയും ചെയ്തു. ഇവന്റെ ഫോൺ അവിടെ വാങ്ങി വെക്കുകയും ചെയ്തു. ഈ ഫോൺ വാങ്ങി വെച്ച ഫോണ് ഇവൻ 1 മണിക്കൂറിനുള്ളിൽ വള്ളിക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതങ്ങനെ തിരിച്ച് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്ത് ഒരു എവിഡൻസ് ആയിട്ട് ഒരു സാധനം കളക്ട് ചെയ്ത് അത് എങ്ങനെയാണ് അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ആ ഫോൺ ഇവന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സിം ഊരി വെച്ചിട്ട് വാങ്ങി വെച്ച ഇവരുടെ മുന്നിൽ നാടകം കളിച്ചിട്ട് ഫോൺ നമുക്ക് കേരള പോലീസിൽ എനിക്കോ റെസ്പെക്ട് ഉള്ളതാണ്, എനിക്ക് വിശ്വാസമുള്ളതാണ്. ഞാൻ പഠിച്ച നിയമത്തിന് എനിക്ക് വിശ്വാസമുണ്ട്, നിയമപാലകരിൽ എനിക്ക് വിശ്വാസമുണ്ട്, എല്ലാവരിലും എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തോട് കൂടിയിട്ട് അതിൽ വിശ്വസിക്കേണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. അപ്പൊ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവളെ ആ വള്ളിക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ ആരൊക്കെയോ ഉണ്ട്. അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്. അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഫോണ് തിരിച്ചു കിട്ടി. അങ്ങനെ ഞാനൊരു പോസ്റ്റ് ഇട്ടു, ഇങ്ങനെ ഈ ഒരു കുട്ടി അങ്ങനെ ആ പിള്ളേര് അന്ന് രാത്രി എന്നെ പോയി. ആലോചിക്കണം മാനസികാവസ്ഥ. കണ്ണൂരിൽ നിന്നാണ് വള്ളിക്കുന്നിലേക്ക് വരുന്നത്. ആ ഒരു സമയത്ത് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടതിന് അവള് അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. ഏത് എക്സ്ട്രീം വരെ പോണ ആ കുട്ടി അതിന് നിൽക്കും. കാരണം അവൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെയാണ് എന്റെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റാത്ത രീതിയിലാണ് എന്റെ ഫോട്ടോ കിടക്കുന്നത്. അവരുടെ ഒരു ഗ്രൂപ്പിന്റെ DP വരെ എന്റെ ഫോട്ടോ ആണ് വെച്ചേക്കുന്നത്. ഇതൊന്നും എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ആളുമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു കോണ്ടാക്ട് ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഇതാരുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ലാത്ത എന്നെ, ഇത്രയും ദൂരത്ത് ജീവിക്കുന്ന, ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന എന്നെ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചഴിച്ചതിന് അവനെ ഞാൻ എവിടെയൊക്കെ ഏതൊക്കെ കോടതിയിൽ കയറ്റാൻ പറ്റുമോ ഞാൻ അവിടെ കയറ്റിയിരിക്കും. നിയമപരമായിട്ട് ഞാൻ മുന്നോട്ട് പോയിരിക്കും. എന്നിട്ട് ഞാൻ ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പം ഇവന്റെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവക്കൊരു ജീവിതമുണ്ട്, അവള് കല്യാണം കഴിച്ചിട്ട് ജീവിക്കുകയാണ്, അവൾക്കൊരു ജീവിതമുണ്ട്, ആ ജീവിതം തുലക്കരുത് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങനെ ചോദിക്കുന്ന പെങ്ങന്മാരുടെ അടുത്തും അമ്മമാരുടെ അടുത്തൊക്കെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. എന്താ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്കൊന്നും കുടുംബം ഒന്നുമില്ലേ? ഇവളുടെ അച്ഛൻ ഹെർണിയുണ്ട്, ഹെർണിയയുടെ ഒരു ഭാഗം പൊത്തിപ്പിടിച്ച് ഓട്ടോ ഓടിച്ച് ജീവിക്കുകയാണെന്നൊക്കെയാ പറയുന്നത്. എനിക്ക് 2013 എന്റെ അച്ഛന് എനിക്ക് നഷ്ടപ്പെടുന്നത്. പിന്നെ എന്റെ അമ്മയുള്ളത്. എന്റെ അമ്മയ്ക്ക് ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുക. എന്റെ അമ്മ ഇത് കാണുമ്പോൾ ഏത് രീതിയിലായിരിക്കും? ഞാൻ എങ്ങനെ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കും? അല്ലെങ്കിൽ എന്റെ അമ്മ ഒരു സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ, മോളെ കാര്യത്തിൽ എത്ര കൺസേൺ ഉണ്ടാകും? അതുപോലെ എത്ര അമ്മമാരുണ്ട് നമ്മുടെ ചുറ്റും. അമ്മമാരുടെ ഫോട്ടോസ് പോട്ടെ, ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇത് ഫോട്ടോസ് ഒന്നും റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഇതാ പെൺകുട്ടികളുടെ ഫോട്ടോസാണ്. ഇത്രയൊന്നും അല്ല, 1000-ലേറെ. ഇത് അറിയുന്ന പെൺകുട്ടികളുടെ ഫോട്ടോസ് മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. അറിയുന്ന പെൺകുട്ടികളുടെ മാത്രം. അറിയാത്തവർ ഇഷ്ടം പോലെ വേറെ കിടക്കുന്നുണ്ട്. 1000 ഫോട്ടോസ് ആണുള്ളത്.
ഈ വള്ളിക്കുന്ന് പരിസരത്തുള്ള എല്ലാ പെൺകുട്ടികളും എല്ലാ അമ്മമാരും ചേച്ചിമാരും ശ്രദ്ധിച്ചോളാം. നിങ്ങളുടെയൊക്കെ ഫോട്ടോസ് ഇവൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. 100% ഉറപ്പാണ്. ഒരു ബന്ധവും ഇല്ലാത്ത ഇത്രയും ദൂരത്ത് ജീവിക്കുന്ന നാടുമായിട്ടോ കുടുംബമായിട്ടോ ഒരു കണക്ഷനും ഇല്ലാത്ത എന്റെ ഫോട്ടോ അവൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു യൂണിഫോം ഇട്ട പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ട് ഇതിന്റെ അകത്ത്. പിന്നെ എന്റെ ചെറിയ ഒരു അനിയത്തിക്കുട്ടിയുണ്ട്, അവളെ ഫോട്ടോ ഉണ്ട്. ഇതൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ എന്നെ തന്നെ ഇത്രയും പ്രായമുള്ള 31-32 വയസ്സുള്ള എന്നെ ഇത് മാനസികമായിട്ട് ഇത്രയും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും ടെൻഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ, ആ സ്കൂളിൽ പഠിക്കുന്ന ആ കുഞ്ഞു മക്കളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക എല്ലാരും. പിന്നെ ഇനിയിപ്പോ ഇവര് ഡിഫൻസ് എടുത്തേക്കുന്നത്, എനിക്കറിയാൻ പറ്റിയത് ഇവരെടുത്തേക്കുന്ന ഡിഫൻസ് എന്താന്ന് വെച്ചാല്, ഇവൻ സൈക്കോ ആണ്, സൈക്കിക് പ്രശ്നമുള്ള ആളാണ് ഇവൻ. ചൈതന്യ ഹോസ്പിറ്റലിൽ കോഴിക്കോട് ലക്ഷ്മി എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഇവനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം റീസെന്റ്ലി. പക്ഷെ ഇവര് 3 വർഷത്തെ സർട്ടിഫിക്കറ്റ്, ഫാബ്രിക്കേറ്റഡ് ഫോൾസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സർട്ടിഫിക്കറ്റ്. ഇവർക്ക് 3 വർഷമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഹിസ്റ്ററിക്ക് അത് ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ഡോക്ടേഴ്സിന്റെയും ഒക്കെ മാനസികാവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്കൊന്നും പെൺകുട്ടികളും അമ്മമാരൊന്നും ഇല്ലേന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പേര് ഇതിനെ ചോദ്യം ചെയ്യാൻ, എന്റെ അനിയന്മാര് ചോദ്യം ചെയ്യാൻ വേണ്ടി പോയിണ്ടായിരുന്നു. അന്നൊന്നും ഇവൻ ഒരു അക്ഷരം മിണ്ടിയില്ല. ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, 100% എനിക്ക് ഉറപ്പാണെങ്കിൽ എനിക്ക് പറയാം ഞാൻ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കും, ഞാൻ കൂടെ വരാം എന്ന് ഞാൻ പറയും. പക്ഷെ ഇവൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇവൻ ഒന്നും മിണ്ടാതെ ഇവൻ ഇങ്ങനെ ഇരിക്കുക. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം, അവിടുന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവാ വേണ്ടത്. പക്ഷെ ഇവൻ ഒന്നും മിണ്ടാതെ ഒക്കെ കേട്ടിരുന്നു. എന്റെ അനിയന്മാര് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവരെന്താ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റവര് കേസ് കൊടുക്കുകയാണ്. ഈ നിതിൻ കിച്ചുവിന്റെ വീട്ടുകാർ കേസ് അവരെ കേസ് കൊടുക്കട്ടെ. ഇങ്ങനെ കള്ളക്കേസുകളൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പം എന്റെ പേരിൽ ഇവർക്ക് ഡിഫാമേഷന് കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കാം. ഇതൊന്നും ഇല്ലാത്തതാണ്, ഇതൊന്നും ഉണ്ടായിട്ടില്ല, നിതിൻ കിച്ചു എന്ന് പറഞ്ഞൊരു പേരേ ഇല്ല, ഇങ്ങനെ ഒരു യൂസറേ ഇല്ല എന്നുള്ള രീതിയിൽ അവർക്ക് എന്റെ പേരിൽ കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കാം. ഞാൻ നാട്ടിലേക്ക് വരും, എന്റെ പേരിൽ കേസ് കൊടുക്കാം. എനിക്കതൊരു വിഷയേ ഇല്ല. എനിക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് തിരിച്ചു വേണം. എന്റെ മൊഡസ്റ്റി എനിക്ക് തിരിച്ചു വേണം. എന്റെ കോൺഫിഡൻസ്, എന്റെ പ്രൈവറ്റ് ലൈഫ് എനിക്ക് തിരിച്ചു വേണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെ ഞാൻ പോയിരിക്കും. എന്റെ കൂടെ ഒരുപാട് അനിയത്തിമാരുണ്ട്, അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഇവന്റെ വീടിന്റെ അടുത്തുള്ള പ്രായമുള്ള ആന്റി വരെ ഈ ഗ്രൂപ്പിലുണ്ട്, ഈ ഫോട്ടോ ഉണ്ട്. അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചു. ഞാൻ എവിടെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും അവരൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിലുള്ള പ്രൂഫും ഞങ്ങളെ കയ്യിലുണ്ട്. പിന്നെ ഇവൻ ഇപ്പൊ ഭ്രാന്തനാണ്, ഇവന് സൈക്കിക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇവന്റെ അമ്മയില്ല, ചേച്ചിയില്ല, ചേച്ചിക്ക് 2 പെൺകുട്ടികളാണ്, ഇവരൊന്നുമില്ല. അപ്പൊ ഇവനറിയാം, ഇവൻ സെലക്റ്റഡ് ആണ്. ഇവന് വേറെ ആൾക്കാരെ പറ്റിയിട്ട് ആൾക്കാരെയൊക്കെ ഇവൻ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തേക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, ഇവരെയൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ അത് എന്ത് തരം ഭ്രാന്താണെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. പിന്നെ ഒരു ഫോട്ടോ വെച്ച് പൈസ വാങ്ങാനുള്ള ബുദ്ധി ഇവനുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു സോഴ്സും കൂടി ഒന്ന് അറിയണം. ആ അവസ്ഥ എന്താണെന്നൊന്ന് അറിയണം. അത് ഇതുവരെ കേൾക്കാത്ത ഒരു അവസ്ഥയാണ് അത്. കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫയൽ ചെയ്ത കംപ്ലൈന്റ് DPC മലപ്പുറം SP ക്ക് ഞാൻ കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഒരാള് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. മാഹിയിലുണ്ട്, ബേപ്പൂരുണ്ട്, മലപ്പുറത്തുണ്ട്. അങ്ങനെ കുറെ പോലീസ് സ്റ്റേഷനുകളിൽ നമ്മൾ കംപ്ലൈന്റ്സ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷയോടെ കൂടിയിട്ട് ഇരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുന്നു. ഇവനെ പിടിക്കണമെന്നും, ഇനിയിപ്പോ ഇവന് അസുഖമാണെങ്കിൽ ഇവനെ കുതിരവട്ടത്ത് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള മെന്റൽ റിട്ടാർഡേഷൻ സെന്ററിൽ കൊണ്ടിടട്ടെ. അവിടെ കൊണ്ടിട്ടിട്ട് അവനെ നന്നാക്കട്ടെ. നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചു കിട്ടണം. ഇങ്ങനത്തെ ടെലിഗ്രാം. പിന്നെ ഞാനൊരു അഡ്വൈസ് എല്ലാ പെൺകുട്ടികളുടെ അടുത്തും എല്ലാ അമ്മമാരുടെ അടുത്തും പറയാണ്, നമ്മൾ ഈ എല്ലാ രീതിയിലുള്ള പോൺ സൈറ്റ്സും പോൺ വീഡിയോസും ഒക്കെ കണ്ട് നമ്മളുടെ മുഖം അതിലില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെ അതുപോലെ എന്റെ ഒരു സുഹൃത്ത്, സൈബർ സെല്ലിലുള്ള എന്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നതാണ്, എനിക്കൊരു ഡീറ്റെയിൽ പറഞ്ഞു തന്നതാണ്. അവര് നമുക്കൊരു ഹെൽപ്പ് ചെയ്തതാണ്. NSI.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ സൈറ്റ് വഴി നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ന്യൂഡായിട്ടുള്ളതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഇത് യൂസ് ചെയ്യാം. ഗവൺമെന്റ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. ഇങ്ങനത്തെ
നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. അല്ലെങ്കിൽ വേറെ ഏത് വിധത്തിലാ കൈകാര്യം ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യണം. എന്റെ ഫോട്ടോ ഉണ്ട്, എന്റെ അനിയത്തിമാരുടെ ഫോട്ടോ ഉണ്ട്, എന്റെ അമ്മമാരുടെ ഫോട്ടോ ഉണ്ട്, ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോ ഉണ്ട്. ചിലപ്പോൾ വള്ളിക്കുന്ന് പരിസരത്തുള്ള പെൺകുട്ടികൾ ഉണ്ടാകും. ഇതെന്താന്ന് വെച്ചാല് 5 ഫോട്ടോയോളം ന്യൂഡാക്കിയിട്ട് കിട്ടുന്നത് ഫ്രീ ആയിട്ട് കിട്ടും. 5 ഫോട്ടോ. ബാക്കി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇവര് ഇത് ഒന്നുകിൽ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കണം. അപ്പം ഇത് ഷെയർ ചെയ്ത് പോയിട്ട് നമ്മുടെ ഫോട്ടോസ് ഒക്കെ എവിടം വരെ, ഇപ്പൊ എന്റെ ഒരു ഗ്രൂപ്പിന്റെ DP വരെ ഞാനാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം എവിടെയൊക്കെ എത്തിയിട്ടുണ്ടാവും ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെയെന്ന്. ഒരുപാട് എന്റെ അനിയത്തിമാരുണ്ട്, എന്റെ അമ്മമാരുണ്ട്. അപ്പൊ ദയവ് ചെയ്തിട്ട് ഇത് വേറൊരു രീതിയിലും കാണാതെ ഇതിനെ നല്ല രീതിയിൽ ഷെയർ ചെയ്ത് ഇത് എത്തിക്കേണ്ടവരുടെ അടുത്ത് എത്തിച്ച് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം ഉടനെ തന്നെ. ഇവനെ പോലുള്ളവനെ ഭ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞ് മുദ്രകുത്തി ഇവനെ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചികിത്സയും അല്ലെങ്കിൽ ഇവന് വേണ്ട ചികിത്സ, ശരിക്കുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് അല്ല പറയുന്നത്, വേണ്ട ചികിത്സ കൊടുത്തിട്ട് ഇവനെ നിലയ്ക്ക് നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും പെൺകുട്ടികൾ ഇവന്റെ കുടുംബത്തോ ഇവന്റെ അയൽവാസികളോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ ഉള്ള ഏതെങ്കിലും പെൺകുട്ടികളെ ഇവൻ പീഡിപ്പിച്ച് കൊല്ലുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. എനിക്ക് ഇവരുടെ ഫാമിലിയെ ഡിഫാം ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഒരു ആൾക്കാരുടെ അടുത്തും ഇല്ല. എന്റെ മൊഡസ്റ്റിനെ എന്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രതികരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാൻ അത് ഏതറ്റം വരെയും പോവും. അത് നിങ്ങളുടെ ഫാമിലിയെ ഒന്നുമല്ല. ഈ ആനന്ദ് സുബിൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുണ്ട്, ഇവന്റെ ബ്രദറിൻലോ ആണ്. ആദ്യമൊക്കെ നമ്മുടെ അടുത്ത് സഹകരിച്ച് പിന്നെ സാന്ദ്ര ഇങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മളെടുത്ത് പറഞ്ഞ് നമുക്കൊരു സപ്പോർട്ട് പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന പോലെ നിന്നിട്ട് പുറകിലൂടെ നിന്ന് വേറെ കളികളൊക്കെയാണ് കളിക്കുന്നത് ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ദയവ് ഇത് പെൺകുട്ടികളുള്ള അമ്മമാരോ അച്ഛന്മാരോ ആങ്ങളമാരോ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടേഴ്സിനെ കൊണ്ടും ഇങ്ങനെ ഒരു രീതിയിലും ഫേക്ക് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്തു എന്നുള്ള ഡിഫൻസോ എടുക്കാൻ പറ്റാത്ത രീതിയിൽ കൈകാര്യം ചെയ്യണം. പോലീസുകാരാണെങ്കിലും ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ദയവ് ചെയ്ത് പിന്നെ ഒരു രീതിയിലുള്ള മാനിപ്പുലേഷൻസും നടത്താതെ ആർക്ക് വേണ്ടിയിട്ട് ആർക്കും ബയാസ്ഡ് ആവാതെ ദയവ് ചെയ്തത് നല്ല രീതിയിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾക്കൊക്കെ നീതി വാങ്ങിത്തരണം. എല്ലാവർക്കും പോലീസ് ഫോഴ്സിൽ വിശ്വാസമുണ്ട്, കേരള പോലീസിൽ വിശ്വാസമുണ്ട്, എല്ലാവർക്കും എല്ലാറ്റിലും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് റിക്വസ്റ്റ് ചെയ്ത് പറയാണ്, ഇത് വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തിക്കണം. ഇതൊരു ചെറിയ ഇഷ്യൂ അല്ല, ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. എനിക്ക് വന്നതുകൊണ്ട് മാത്രമല്ല ഞാനിത് പ്രതികരിക്കുന്നത്. ഒരുപാട് അനിയത്തിമാർക്കും ഒരുപാട് അമ്മമാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ദയവ് ചെയ്തിട്ട് ഇത് വേണ്ട വിധത്തിൽ അധികാരികളുടെ മുന്നിൽ എത്തിക്കുക, വേണ്ട വിധത്തിലുള്ള ആക്ഷൻ അവനെതിരെ എടുക്കണം. താങ്ക് യു സോ മച്ച്.